ഹായ്. ഇന്ന് ഈ സൺഡേ ഞങ്ങൾ അതിരപ്പള്ളിക്കാട്ടോ പോയത്. അപ്പം മാമൻ്റെ മോളും ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി അതിരപ്പള്ളിക്ക് പോയിട്ടുണ്ടായി. അതിരപ്പള്ളിക്ക് പോയപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ബോട്ടിലുമ്മ അവരെന്ത് ചെയ്തു, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു 10 രൂപ അടയ്ക്കാൻ പറഞ്ഞു. അതായത് 10 രൂപ അടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുപ്പി അവിടെ കളയരുത്. അപ്പോൾ ആ കുപ്പി തിരിച്ച് വെള്ളം കൂടി കഴിഞ്ഞിട്ട് കുപ്പി തിരിച്ച് റിട്ടേൺ അവരുടെ കയ്യിൽ തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു 10 രൂപ നമുക്ക് തിരിച്ചു തരും. അതായത് അവർ ഉദ്ദേശിക്കുന്നത് അവിടെ വലിച്ചെറിയാണ്ടിരിക്കാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി എത്തിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു. വെള്ളം മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ കുത്തിൽ അവിടെ ഞങ്ങൾ കുറേ നാളായി പോയിട്ട്. അങ്ങനെ ഞാനും പിള്ളേരൊക്കെ കൂടി അതിരപ്പള്ളിയിലോട്ട് പോയി. അകത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഇറങ്ങാൻ ഭയങ്കര സുഖമുള്ളൂ. അപ്പോൾ അതായത് സൺഡേ നോർമലുള്ള ആൾക്കാരിനെക്കാട്ടും കുറവായിരുന്നു. കാരണം പിള്ളേർക്കൊക്കെ എക്സാം ആയതുകൊണ്ടാണെന്ന് തോന്നണേ. അങ്ങനെ ഞങ്ങളും പിള്ളേരും ഞാനും ഒക്കെ അവരിറങ്ങി. അവരൊക്കെ ബാക്കിൽ കൂടെ പതിയെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇറങ്ങി അവിടെ നോക്കിയപ്പോൾ കുറച്ച് വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ വെള്ളം വീഴുമ്പോൾ നല്ല ചൂടാണെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പിന്നെ തണുപ്പും പിന്നെ വെള്ളത്തിൻ്റെ ഇതും. പിന്നെ അവിടെ ഒരു 2 ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല അവിടെ പോയി ഇരിക്കാൻ തന്നെ നല്ലൊരു കൂളിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നടന്ന് ഇപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പിന്നെ കുത്തിൻ്റെ അടുത്ത് പോകാമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും അവർ നടന്ന് വരുന്നുണ്ടായുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞ് പിന്നെ കുറച്ച് വെള്ളത്തിൻ്റേതായ ഇതും പിന്നെ ഞങ്ങളവിടെ അവിടെ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വ്യൂസ് പറയണ്ട, അവിടെ നിന്ന് ഓടി കളിച്ച് തകർത്ത് പിന്നെ വെള്ളത്തിൻ്റെ അരികത്ത് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങളവിടെ വെള്ളത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. നോർമലി മഴയുള്ള സമയത്ത് ഈ ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പോണത്. ആദ്യമായിട്ട് പോണതാണ്. ഭയങ്കര എക്സ്പീരിയൻസാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് അപ്പോഴേക്കും വിശന്ന് തുടങ്ങി കേട്ടോ. വിശന്ന് തുടങ്ങിയപ്പോഴേക്കും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ചൂടാണെങ്കിലും ആ വെള്ളത്തിൻ്റെ ചെറിയ തണുപ്പും ഇത്തിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അതിരപ്പള്ളി ഭയങ്കര ഒരു അടിപൊളിയാണ്. ഷൂട്ടിങ്ങേഴ്സൊക്കെ വരുന്നത് നമ്മുടെ അതിരപ്പള്ളിയിലോട്ടല്ലേ. ഇവിടെ നോക്കുമ്പോൾ അതിരപ്പള്ളീനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. പക്ഷേ ഇതിന് അപകടങ്ങളുണ്ട്. ഈ വെള്ളമൊക്കെ നോക്കുമ്പോൾ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ ഭയങ്കര അപകടങ്ങളുണ്ടെന്ന് കയമുണ്ടെന്നാണ് കേട്ടേക്കണേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പതിയെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ പിള്ളേരൊക്കെ ഒന്ന് ഇച്ചിരി പ്രശ്നമായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും കയറാൻ തുടങ്ങി. പതിയെ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഇറക്കം നല്ല സുഖമാണ്, പക്ഷേ കയറ്റം അപ്പോഴേക്കും വ്യൂസ് പതിയെ ഓരോ സ്റ്റെപ്പൊക്കെ വെച്ച് നടന്ന് പിന്നെ വ്യൂസിന് കാലൊക്കെ വേനെടുത്തപ്പോൾ ന്യൂസ് എടുത്ത് മുകളിലൊക്കെ വെച്ച് നടന്ന് പിന്നെ അവർ റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ ഫാസ്റ്റായിട്ട് നടന്നു. അപ്പോൾ അവിടെ ഒരു മങ്കിനെ കണ്ടറാ. മങ്കിനെ ചിലവർ അതിന് പേടിപ്പിക്കും പാവം. അത് അവിടെ ഇരുന്ന് കളിച്ച് കുറച്ച് നേരം മരത്തിൻ്റെ മുകളിലൊക്കെ കയറി. പിന്നെ ഒരു കണ്ടതാണ് ഹോട്ട് എയർ ബലൂൺ. നമ്മൾ അതിരപ്പള്ളിയിൽ തന്നെ കണ്ടതാണ്. അതായത് 4 പേർക്ക് കയറാം അധികം. അത് ആദ്യമായിട്ട് കാണുന്ന അതിരപ്പള്ളി. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ ഹോട്ട് എയർ ബലൂൺ. അതായത് 10-15 മിനിറ്റാണ് 4 പേർക്ക്. അത് ഫയർ കത്തിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ പതിയെ ഇങ്ങനെ മുകളിലോട്ട് പൊന്തുന്നത് കാണാൻ രസമുണ്ടായിരുന്നു. കാറ്റുള്ളപ്പോഴൊന്നും പറ്റില്ല. എന്നാലും അവർ സേഫ്റ്റിയാണ്. ചുറ്റും ആ ഹോട്ട് എയർ ബലൂണിൻ്റെ ചുറ്റും കയറിട്ട് കെട്ടിയിട്ടാണ് അവർ മുകളിലേക്ക് പൊന്തിക്കുന്നത്. പേടിക്കാനില്ല, എന്നാലും വളരെ വെറൈറ്റിയാണ് സംഭവം. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണുന്നത് ഹോട്ട് എയർ ബലൂൺ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പതിയെ പോയി കഴിഞ്ഞപ്പോൾ സൈഡിൽ ചെറുതായിട്ടൊന്ന് കാല് കഴുകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഇറങ്ങണ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതിരപ്പള്ളിയുടെ തൊട്ടിപ്പുറത്ത്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മയിലിനെ കണ്ടു. മയിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകാൻ നേരത്തുണ്ടാ പതിയെ വണ്ടി ഓടിക്കാൻ നേരത്ത് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലൊന്ന് നോക്കിയപ്പോഴുണ്ടാ ആന വരുന്നത്. അതായത് കാട്ടിലാന ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ആനേനെ നമ്മുടെ കാട്ടിൽ നിന്ന് ആനേനെ എന്തിക്കണം. പക്ഷേ ആനേനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. മൊബൈൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആനയുടെ നല്ല ചെറിയ കൊമ്പായിട്ട് ക്യൂട്ട് ആനയായിരുന്നു. ആനേനെ കണ്ടു. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെയായിരുന്നു. അപ്പോൾ ആനേനെ കണ്ടു, മയിലിനെ കണ്ടു. പിന്നെ പിള്ളേർക്ക് കാലൊന്ന് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് അപ്പോൾ ഞാനും കാലൊക്കെ കഴുകി. അങ്ങനെ വളരെ സന്തോഷമായി. അടിച്ച് പൊളിച്ച് സൺഡേ അടിപൊളി. അപ്പോൾ അതിരപ്പള്ളി പോവുകയാണെങ്കിൽ
അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം വെള്ളം കുറവാണ് നോർമലി. പിന്നെ മയിലിനെ കണ്ടതിൻ്റെ സന്തോഷം. മയിലിന് ഇപ്പോൾ എല്ലായിടത്തും വരുന്നുണ്ട്, എന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം. ആനേനെ കാണാൻ വേണ്ടി സൂം ചെയ്തു, പക്ഷേ ദേ അവിടെ നിന്ന് ആന വരുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായത്. അപ്പോഴേക്കും ഞങ്ങൾ വണ്ടി വിട്ടു, വണ്ടി നിർത്താൻ പാടില്ലല്ലോ. അപ്പം ആനേനെ കണ്ടു. അപ്പോൾ ടാറ്റാ ബൈ, നാളെ കാണാം.